My dear commerce aspirants, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CA-CET-നെ കുറിച്ച് കുറേയധികം മിത്സ് ആൻഡ് സ്റ്റോറീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. സോ ഒറിജിനൽ ഫാക്ട്സ് എന്താ നമുക്ക് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. CA-CET-നെ കുറിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള മിത്സ് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് സ്റ്റഡി മെറ്റീരിയൽ. കുറേയധികം സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് CA-CET സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ വേറെ ബുക്സ് റെഫർ ചെയ്യണോ എന്നുള്ളത്. CA-CET മൊഡ്യൂൾസ് തന്നെയാണ് സഫീഷ്യൻറ്റ്, വേറൊരു ബുക്സും നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അബൌട്ട് സബ്ജക്ട്സ്. എല്ലാ സബ്ജക്ട്സും ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ സബ്ജക്ട്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 ഹാർഡ് സബ്ജക്ട്സ് ഓർ മോഡറേറ്റ് സബ്ജക്ട്, 2 ഈസി സ്കോറിംഗ് സബ്ജക്റ്റ്. ഇക്കണോമിക്സ് ലോജിക്കൽ റീസണിംഗ് ആണ് കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഈസി സ്കോറിംഗ് സബ്ജക്ട്സ് ആണ്. എല്ലാ സബ്ജക്ട്സും ഡിഫിക്കൽട്ട് അല്ല. തേർഡ് ക്വസ്റ്റ്യൻ അബൌട്ട് കളർ ഓഫ് ദി ബുക്സ്. CA-CET ഗൈഡ് ബുക്ക് ഗ്രീൻ കളർ ആൻഡ് ബ്ലൂ കളറിലാണ് അവൈലബിൾ. കളർ ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ്, സിലബസ്, ലെസൺസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് CA-CETക്ക് കോച്ചിങ് വേണോ എന്നുള്ളതാണ് സ്റ്റുഡൻസിനെല്ലാം ഏറ്റവും വലിയ ഡൗട്ട്. CA-CETക്ക് കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ CA-CET സ്റ്റഡി മെറ്റീരിയൽ വെച്ച് തന്നെ സ്റ്റുഡൻറ്റിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ കോച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. CA-CET എക്സാംസിന് റാങ്ക്സ് ഉണ്ടോ എന്ന് കുറേ കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. CA-CET എക്സാംസിന് റാങ്ക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻസ് കുറവായിരിക്കും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും, ഈസി ആയിട്ട് പാസ് ആവാനും സാധിക്കുന്ന എക്സാമാണ് CA-CET. ഇതാണ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള കുറേയധികം മിത്സ്. അതിൻ്റെ ഫാക്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.